ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഹരി, എങ്ങനെയാണ്, അതായത് 19 മണിക്കൂർ പിന്നിട്ടു ഈ കുഞ്ഞിനെ കാണാതായിട്ട്, അതിനുശേഷം ഈ ഒരു നിമിഷത്തിലാണ് കുട്ടിയെ കണ്ടു കിട്ടി, തിരികെ കിട്ടി എന്നുള്ള വാർത്തകൾ വരുന്നത്. എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ കുട്ടിയെ തിരിച്ചു കിട്ടിയത്? വർഷ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുട്ടിയെ കണ്ടെത്തി എന്നുള്ള വാർത്തയാണ്. നാടിന് ആശ്വാസകരമായ, തിരുവനന്തപുരം നഗരത്തിന് ആശ്വാസമായ, കേരളത്തിന് ആശ്വാസകരമായ വാർത്തയാണ് 19-ാം മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. കുട്ടിയെ കണ്ടെത്തി എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതാണ്. 15 മിനിറ്റായി കുട്ടിയെ കണ്ടെത്തിയിട്ട്, 15 മിനിറ്റ് ഈ കുട്ടിയെ ബ്രഹ്മോസിന് പുറകിൽ, അതായത് ഈ കാണാതായത് ബ്രഹ്മോസിന് അടുത്ത് തന്നെയായിരുന്നു. അതിന് തൊട്ട് പുറകിൽ തന്നെ ബ്രഹ്മോസിന് പുറകിലായിട്ടുള്ള ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിക്ക് മെഡിക്കൽ പരിചരണം ആവശ്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യനില വളരെ പെട്ടെന്ന് തന്നെ ഭേദമാകും എന്നുള്ള ശുഭദായകമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത കുട്ടിയെ കണ്ടെത്താനായി എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ, ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, എങ്ങനെയാണ് കുട്ടിയെ അവിടെ ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യം എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. നിലവിൽ കുട്ടിയെ തിരിച്ചു കിട്ടി എന്നുള്ള വാർത്തയാണ്. കുട്ടിക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പോലീസ് പറയുന്നു. അതിനുശേഷമാകും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പോലീസ് തന്നെ രംഗത്ത് വരിക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും കുട്ടിയെ തിരിച്ചു കിട്ടി എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്രത്തോളം ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. 19 മണിക്കൂറാണ് ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി കാണാതായ കുട്ടിയാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 19 മണിക്കൂറിന് ശേഷം ഈ കാണാതായതിന്റെ തൊട്ടടുത്ത് തന്നെ ബ്രഹ്മോസിന് പുറകിലുള്ള ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. അപ്പോൾ കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോൾ പോലീസ് പറയുകയുണ്ടായി. ആരോഗ്യനില ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ട്. എന്തായാലും എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും. 19 മണിക്കൂറിന് ശേഷമാണ് ഈ 2 വയസ്സുകാരിയെ കണ്ടെത്തി എന്നുള്ള വാർത്തകൾ വരുന്നത്. നമുക്ക് ഇപ്പോൾ മാധ്യമങ്ങളെ അല്പസമയം മുമ്പ് കണ്ട DCP നിധിൻ രാജിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. കുട്ടിയെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അറിയിക്കാനുള്ള വാർത്ത, കൂടുതൽ വിശദാംശങ്ങൾ, കുട്ടിക്കിപ്പോൾ മെഡിക്കൽ പരിചരണം ആവശ്യമാണ്. സോ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. മെഡിക്കൽ പരിചരണത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കും. റെയിൽവേയിലേക്ക് പോകുന്ന ഉള്ളിലോട്ടുള്ള സ്ഥലത്ത് ഓടയിൽ വെച്ചിട്ടാണ് കുട്ടീനെ കണ്ടെത്തിയത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കുള്ള കൊച്ചുവേളി ബ്രഹ്മോസിന്റെ പുറകിലായിട്ടാണ് കൊച്ചിനെ കണ്ടെത്തിയിട്ടുള്ളത്. ആരോഗ്യനില ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. കുട്ടീനെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. കുട്ടിക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. ഇപ്പൊ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അതുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി ഇപ്പൊ നമ്മൾക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രധാന